ഞാൻ ആ സിനിമ കണ്ടു. 168 മിനിറ്റ് റണ്ണിങ് ടൈമുള്ള ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് എനിക്ക് മലയാള സിനിമ തന്നതിൽ ഏറ്റവും നല്ല തിയേറ്റർ എക്സ്പീരിയൻസുകളിൽ ഒന്നായിരുന്നു എന്ന് തന്നെ പറയാം. അതായത് അത് ഏത് തരത്തിലെന്ന് ചോദിച്ചാൽ എല്ലാത്തിന്റെ ഒരു പ്രോപ്പർ കോമ്പിനേഷൻ. എല്ലാത്തിനും ഉപരി ഒരു സിനിമ നമ്മൾ കാണാനിരിക്കുമ്പോൾ അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളെ അത് കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു കാര്യത്തിൽ ഈ സിനിമ തന്നെയാണ് ഈ അടുത്ത കാലത്ത് വന്നതിൽ ടോപ്പ് മലയാളം മൂവി എന്ന് പറയാം. ഇൻട്രസ്റ്റിന്റെ കാര്യത്തിൽ ഒരു സിനിമാറ്റിക് എന്റർടൈനർ എന്നുള്ള രീതിയിൽ, ഒരു ക്വാളിറ്റി സിനിമാറ്റിക് എന്റർടൈനർ എന്നുള്ള രീതിയിൽ ഈ അടുത്ത കാലത്ത് വന്ന സിനിമകളിൽ, മലയാള സിനിമകളിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്ത ഒരു സിനിമയാണ് ഈ സിനിമ. അതായത് ഫസ്റ്റ് ഷോട്ട് മുതൽ ഈ ഫസ്റ്റ് ഷോട്ടിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഡാർക്ക് നൈറ്റിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന, ഡാർക്ക് നൈറ്റിൽ ജോക്കറിന്റെ ഇൻട്രോ ഒക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഷോട്ടാണ്. പൃഥ്വിരാജ് കാറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നതിന്റെ ഒരു ബാക്ക് ഷോട്ട് ഉണ്ട്, ഒരു ഗണ്ണുമായിട്ടൊക്കെ നിൽക്കുന്നത്. അപ്പൊ ആ ഷോട്ടിൽ നിന്നാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് ഈ പറഞ്ഞ 168 മിനിറ്റ്, അതായത് 2.25 മണിക്കൂറോളം പോകുന്ന ഈ സിനിമ നമ്മളെ എന്ത് ത്രില്ലിലാണ് കൊണ്ടുപോകുന്നത് എന്ന് ശരിക്കും കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഇത് സാധാരണ ഈ OTT-യിലൊന്നും കണ്ടാൽ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല. ഒരു മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. അതൊക്കെ പറഞ്ഞാലും ഈ സിനിമ നമുക്ക് തരുന്ന ഒരു ത്രില്ല്, അതിന് ഓരോ മൊമെന്റും അടുത്ത് ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ആ ഒരു 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 എന്താ പറയാ, ഒരു ത്വര, ഒരു ഇൻട്രസ്റ്റ്, ആ ഒരു ഉദ്വേഗം, ഇത് നമുക്ക് ഉണ്ടാക്കി തരുന്നത് അതിൽ ഈ സിനിമ പൂർണ്ണമായി വിജയിച്ചിരിക്കുകയാണ്. സിനിമ തീരുന്ന മൊമെന്റ് വരെ ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്, ആർക്കെങ്കിലും ഈ സിനിമ ബോറടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ കൂടുതലൊന്നും പറയാനില്ല, അവർ സിനിമ കാണാൻ നിർത്തുന്നതാണ് നല്ലതെന്ന് പറയും. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഭയങ്കരമായിരുന്നു. വല്ലാത്തൊരു പോക്കാണ് സിനിമ. അതായത് അടുത്ത മൊമെന്റ് എന്ത്, ആ ടെൻഷൻ ഉണ്ടല്ലോ, ആ കഥാപാത്രങ്ങൾ, ആ കഥ അനുഭവിക്കുന്ന ടെൻഷൻ കാണുന്ന നമുക്കത് ഫീൽ ചെയ്യും. ഇതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എനിക്ക് പറയാനുള്ളത്. അപ്പോ ഇനി അടുത്ത അഭിനയത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പൃഥ്വിരാജാണ് നായകൻ, പാർവതി തിരുവോത്താണ് നായിക, പിന്നെ ഇതര കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. ആവശ്യത്തിന്